Good afternoon. Okay, good afternoon. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ശരി ശരി ശരി. നമുക്ക് തുടങ്ങാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, എന്താണ് മിസ്സിന്റെ നമ്പറോ? എന്റെ നമ്പറാണോ ചോദിച്ചു? മൊബൈൽ നമ്പർ അതിന് കൊടുക്കാൻ പാടില്ല. ഏത് എനിക്ക് മനസ്സിലായില്ല. സോറി, ഞാൻ മൊബൈൽ നമ്പറാണ് വിചാരിച്ചു. ഓക്കെ ഓക്കെ. ചാപ്റ്റർ നമ്പർ 39. 39 35. ഓക്കെ. അപ്പോ ഞാനൊരു കാര്യം പറയാം. അതായത് ഇനി എനിക്ക് മൺഡേ കേട്ടോ, മൺഡേ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് നിങ്ങളുടെ ഈ ഒരു ബാച്ചില് മീൻസ് എ ബാച്ചും കൂടിയിട്ട് 1:30ക്കാണ് ഇവിടെ ക്ലാസ് ഉണ്ടാവുക. എ ബാച്ച് ഉണ്ടല്ലോ, നിങ്ങളുടെ എ ബാച്ചിന് 1:30ക്ക് തന്നെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. കാര്യം ഇവിടെ PG കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മോർണിംഗിന് PG ക്ലാസ് ആണ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഓൾറെഡി 1:30യുടെ ബാച്ചിന് കയറുന്ന കുട്ടികളാണ്. നിങ്ങൾക്കല്ല, നിങ്ങളുടെ കൂടെ എ ബാച്ചിലെ കുട്ടികളും കൂടെ ഉണ്ടാവും കേട്ടോ. മിക്കവാറും ജോയിൻ ആവും. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവരുടെ പോർഷൻസ് േക്കാളും ഒരു പേജ് ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് കുറച്ച് മുന്നിലോട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ചത് രണ്ടും ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഒരേ ലെവലിലേക്ക് എത്തിക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞു? ഈ ബാച്ചുകാരുടെ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. ഒരു പേജ് 1.5 പേജ് നിങ്ങളെക്കാളും പുറകിലാണ് അവർ നിൽക്കുന്നത് എന്റെ പോർഷൻ. അപ്പൊ അതുകൊണ്ട് അത് ഒപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അധികം എടുക്കില്ല. ഇത് ഞാൻ ഏകദേശം എന്താ പറയാ, കുറച്ച് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഒരു 1.5 പേജ് തന്നെ ഞാൻ ഇന്ന് എടുക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അത് ഒപ്പത്തിനാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? എന്താണ് PG ക്ലാസ്സിന്റെ അത് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് കാരണം കൊണ്ട് മോർണിംഗിൽ ഉണ്ടാവില്ല. പേ ബാച്ച് മോർണിംഗിലാണല്ലോ, 10:30 തൊട്ട് 12:30 വരെയാണ്. അപ്പൊ ആ ഒരു ബാച്ചിനെയും കൂടെ നിങ്ങളുടെ കൂടെ മിക്കവാറും മെർജ് ചെയ്യും. അവരും 1:30ക്ക് തന്നെ കയറേണ്ടി വരും. അപ്പൊ ഒരുമിച്ച് ആക്കുമ്പോഴാണ് ഇങ്ങനെ മറ്റേ രണ്ട് ബാച്ച് ആയിട്ടല്ലേ ഇരുന്നിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് പോർഷൻസ് അവരുടെ പുറകിലാണ് നിൽക്കുന്നത്. ആ ഒരു ഇത് വന്നിട്ടുണ്ട്, കുറച്ച് മുന്നിലാണ്. അപ്പൊ ഞാൻ അത്രയും പതുക്കെ എടുക്കുന്നുള്ളൂ ടൈമിന്. കാരണം മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ രണ്ട് കൂട്ടർക്ക് ഒരേ ലെവലിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, കഴിഞ്ഞ ഹോസ്പിറ്റൽ അതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ കേട്ടോ. PG ഉണ്ട്, PG കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്മുടെ സിസ്റ്റങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഞാനപ്പോ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ രജിസ്ട്രേഷൻ സിസ്റ്റം, മെഡിക്കൽ റെക്കോർഡ് പോളിസികളില് രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഓർത്തു വെക്കാട്ടോ. 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, മെഡിക്കൽ റെക്കോർഡ് നമ്പർ എത്ര ഡിജിറ്റ് നമ്പർ ആണ്? 6 ഡിജിറ്റ് നമ്പർ ആണ്. പിന്നെ എന്തായിരുന്നു, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തില് രണ്ട് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പേഷ്യൻസുകളും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശ്രദ്ധിച്ചിരിക്കണം അല്ലെ. ഏതാണ് ആ 2 കേസുകൾ? ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഒന്ന് വന്നിട്ട് ലേബർ ആണ്, പിന്നെ എമർജൻസി കേസസ് ആണ് കേട്ടോ. ലേബർ എമർജൻസി കേസുകൾ ഒഴികെ, ഓക്കെ, അതൊഴികെ ബാക്കി എല്ലാ രോഗികളും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഏത് ആൾക്കാരാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വെച്ചാൽ അവര് പാലിക്കേണ്ടാത്ത ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ ഈ സാഹചര്യം ഏതാന്ന് വെച്ചാൽ അത് ലേബറും എമർജൻസി കേസും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം പഠിക്കുന്ന സമയത്ത്.
പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഓർമ്മയുണ്ടല്ലോ, രണ്ട് കൂട്ടർക്കും രണ്ട് രീതിയിലാണ്. ഔട്ട് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അത് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെ, ഫയൽ ചെയ്ത് വെക്കുന്നത് ഔട്ട് പേഷ്യൻസിന്റെ കേസ് കേട്ടോ. ഇൻ പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ആരാണ് റിസീവ് ചെയ്യുന്നത്? വാർഡാണ് റിസീവ് ചെയ്യുന്നത്, അല്ലെ. വാർഡാണ്. വാർഡിൽ ആരായിരിക്കും? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് ഇൻചാർജുള്ള നഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഹെൽത്ത് സെന്ററിനെ പറ്റി പറഞ്ഞപ്പോ അവിടെ ഓർക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് സെൻഡ് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്? എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ്? റെഫറൽ ലെറ്റർ, അല്ലെ, പഠിച്ചില്ലേ നമ്മള്? റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ റെഫറലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതായത് 3 കോപ്പികളാണ് റെഫറൽ എന്താ പറയാ ലെറ്റേഴ്സ് വേണ്ടത്, അല്ലെ. 3 കോപ്പിയാണ്. അതിനകത്ത് ആദ്യത്തെ 2 കോപ്പികൾ, ഫസ്റ്റും സെക്കൻഡും കോപ്പികള് പേഷ്യന്റ് എവിടെ ഹാജരാക്കണം? ഹോസ്പിറ്റലിൽ ഹാജരാക്കണം, അല്ലെ. അവരെ പറഞ്ഞയക്കുന്ന ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. ഒരു കോപ്പി വന്നിട്ട് എവിടെ വെക്കണം? അത് ഹെൽത്ത് സെന്റർ, അല്ലെ, എവിടെ നിന്നാണോ അവർ അയക്കുന്നത്, ഹെൽത്ത് സെന്റർ ഓഫ് ക്ലിനിക്ക്, ഇത് വേണമെങ്കിലാവാം, അവിടെ ആയിരിക്കണം ഒരു കോപ്പി സൂക്ഷിക്കേണ്ടത്. പക്ഷെ അതേസമയം ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ കൈവശമുള്ള ഒരു കോപ്പി എങ്ങോട്ടേക്ക് അയക്കും? ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ക്ലിനിക്കിലോട്ട് അയക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസിനകത്ത് അവിടെയുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകളും ഓരോ ക്ലിനിക്കിന്റെയും ഇൻചാർജുള്ള ആ ഒരു ചീഫിന്റെ ആ ഒരു പേരും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ, അവിടെ 3 ഫോമുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ 3 ഉണ്ടായിരിക്കും. അതിൽ ഓരോന്നും ആദ്യത്തെ കോപ്പി എവിടെ സൂക്ഷിക്കും? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനകത്ത് സൂക്ഷിക്കും. സെക്കൻഡ് കോപ്പി എവിടെ കൊടുക്കും? രോഗിക്ക് മരുന്ന് മേടിക്കാനായിട്ട് ഫാർമസിയിൽ കൊടുക്കും. ഒരു കോപ്പി ആരുടെ കയ്യിൽ സൂക്ഷിക്കും? ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. ഒരു കോപ്പി ആരുടെ കയ്യിൽ സൂക്ഷിക്കുക? പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഒരു കോപ്പി വെക്കുക, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മള് അഡ്മിഷൻ ഓഫീസിനെ പറ്റി പറഞ്ഞു, അല്ലെ. അഡ്മിഷൻ ഓഫീസിന്റെ എന്ന് പറയുന്നത് 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രധാനമായിട്ടും ഉത്തരവാദിത്തങ്ങൾ, ഒരു 3 ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് കേട്ടോ, പേഷ്യന്റിന്റെ അഡ്മിഷൻ നടത്താം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കേട്ടോ. ഈ പറയുന്ന ബെഡ് ഒക്യുപ്പൻസി ബോർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡ്സ് എത്രയുണ്ട്, എത്ര ഒക്യുപ്പൈഡ് ആണ്, എത്ര ബാലൻസ് ഉണ്ട്, അത് ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ടൈമിലും നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ. അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പ്രോപ്പർട്ടികൾ, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഇല്ലാത്ത സാഹചര്യത്തില് അവരുടെ പ്രോപ്പർട്ടികളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള 3 ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാം, അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇത് 3 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഡയറക്റ്റ് അഡ്മിഷൻ. ഡയറക്റ്റ് അഡ്മിഷനെ പറ്റി നമ്മൾ പറഞ്ഞത്, ഒരു വാർഡില് പേഷ്യന്റിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് 2 മണിക്കൂറിനുള്ളിൽ ആ ഒരു കേസ് അഡ്മിഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ലയബിലിറ്റി ആർക്കാണുള്ളത്? വാർഡ് മാനേജർക്കാണ്. വാർഡ് മാനേജർക്കാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അബ്സ്കോണ്ടഡ് പേഷ്യൻസിനെ പറ്റി വേറെ ചോദ്യങ്ങളൊന്നുമില്ല, അതറിയാലോ. അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന, അതായത് ഒളിച്ചോടി പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കും, മിസ്സായി കാണാതെ പോകുന്ന രോഗികൾ ഉണ്ടായിരിക്കാം, ആരോടും ഒന്നും പറയാതെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ വിവരങ്ങള് കൃത്യമായിട്ടും നമ്മൾ എവിടെ സൂക്ഷിക്കണം? ആ റെക്കോർഡിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ സൂക്ഷിക്കുമ്പോൾ അവര് കാണാതായ ആ ഒരു ടൈമും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റും അതില് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അത് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, ആ റെക്കോർഡ് ഫിസിഷ്യൻ, അതായത് അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ റെക്കോർഡ് പ്രോപ്പർലി സൈൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് എത്രയും പെട്ടെന്ന് ആ വിവരം ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം. അതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസിന്റെ കേസിൽ പറഞ്ഞത്.
പിന്നെ നമ്മൾ കണ്ടത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് ഈ പറയുന്ന ഡോക്ടറുടെ ഉപദേശത്തിന് എതിരായിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് സ്വയം ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവര് നമുക്ക് ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ കണക്കാക്കാം. അവർ ഒളിച്ചോടി പോകുന്നതല്ല, അവര് ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ പോകുന്നതാണ്. അവരുടെ ഇഷ്ടത്തിന് അവര് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ്. അപ്പൊ അവര് നമുക്ക് ഡിസ്ചാർജ്ഡ് ആയിട്ട് തന്നെ കണക്കാക്കാം. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, ഒന്നല്ലെങ്കിൽ പേഷ്യന്റിന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിന്റെ ആ ഒരു സിഗ്നേച്ചർ ആ ഒരു സ്പെസിഫൈഡ് ഫോമില് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാര്യം പിന്നീട് എന്ത് കേസ് വരാൻ പാടില്ല, ഹോസ്പിറ്റലിന്റെ പേരിൽ ആ റെസ്പോൺസിബിലിറ്റി വരാൻ പാടില്ല. കാര്യം ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് പോകുന്നതാണ് പേഷ്യന്റ്. പിന്നീട് എന്തെങ്കിലും അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ ഒരു അലിഗേഷൻ വരാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അവര് പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും റിലേറ്റീവിന്റെയോ സിഗ്നേച്ചർ അതിൽ വാങ്ങി സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് കേട്ടോ. പേഷ്യന്റിന്റെ ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഡിക്ലറേഷനെ പറ്റി പറഞ്ഞപ്പോ ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് എന്താ പറയാ ആ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒരു ഫിസിഷ്യനാണ് കേട്ടോ, ഒരു ഡോക്ടർക്കാണ്. അത് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് വിസിറ്റ് ചെയ്യണം, അവിടെ ഇൻസ്പെക്ട് ചെയ്യണം അല്ലെ, പരിശോധിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒരിക്കലും 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പാടുള്ളതല്ല. അതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 30 days, ആ ഡേയ്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഒരു മെഡിക്കൽ റെക്കോർഡ് മാക്സിമം എത്ര ദിവസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ 30 days ആണ്. അത് തന്നെ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കാം, അതായത് എത്ര ദിവസത്തിൽ കൂടുതൽ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ലാത്തതെന്ന് ചോദിക്കാം. അപ്പോഴും ഉത്തരം എന്താണ്? സെയിം ആണ് അല്ലെ, 30 days ആണ് വരിക. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്ത ഭാഗം നമുക്ക് പതുക്കെ പോകാനാണ് അവരുടെ ഒപ്പത്തിന് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ കുറച്ച് മുന്നിലാണ്, അവരത്ര എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവും, രണ്ട് കൂട്ടർക്കും രണ്ട് ലെവലായി കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയാത്തൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിൻ്റെതായ ഒരു ഇത് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്, അതുകൊണ്ടാണ്. കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ, കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് എന്താ നമുക്ക് നോക്കാം. All the patient records that include outpatient and inpatient cases have to code according to the latest international classification of disease. അതൊന്ന് അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ICD എന്നാണ് പറയാ. ആൻഡ് ഓപ്പറേഷൻസ് എന്താണ് അവിടെ പറയുന്നത്? ഈ പറയുന്ന ഔട്ട്പേഷ്യൻ ഇൻപേഷ്യൻ കേസുകൾ ഉൾപ്പെടെ എല്ലാ രോഗികളുടെയും റെക്കോർഡ്സുകൾ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ICD പ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് പ്രകാരം, ആ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം റെക്കോർഡ്സുകൾ എന്ത് ചെയ്തിരിക്കണം? കോഡ് ചെയ്തിരിക്കണം. നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ഉണ്ടല്ലോ, ICD, അത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല കേട്ടോ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. പഠിക്കാന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടല്ല. നമ്മള് ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചില്ലേ, ക്വാളിറ്റി അഷ്വറൻസ് ലാബ് NABH പഠിച്ചല്ലോ, അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ICD കോഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞിരുന്നു. ചില രോഗങ്ങളൊക്കെ എല്ലാ രോഗങ്ങൾക്കും ഒരു കോഡിങ് ഉണ്ട്, ഒരു കോഡ് വെച്ചിട്ട്. രോഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, രോഗങ്ങളും അതുപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെന്താണ് ചില പ്രൊസീജിയേഴ്സുകൾ ഉണ്ടാവും. ഓക്കെ, നടപടിക്രമങ്ങളായാലും അതിനെല്ലാം തന്നെ വർഗീകരിക്കുന്നതിനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറയുന്നത് ICD കോഡിംഗ് എന്നാണ് പറയാ. ആ ICDയുടെ ഫുൾ ഫോം ആണ് എഴുതിയിരിക്കുന്നത്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. അത് പ്രകാരം ഓരോ രോഗത്തിനും ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്തിനു പറയുന്നു?
ഒരു പ്രൊസീജിയറിനായാലും ഒരു എക്യുപ്മെന്റ്സിനൊക്കെ ഒരു കോഡ് ഉണ്ട്, മെഡിക്കൽ കോഡിംഗ് ഉണ്ട്. അപ്പൊ ആ കോഡിംഗ് പ്രകാരം എന്ത് ചെയ്തിരിക്കുന്ന പറയുന്നത്, പേഷ്യന്റിന്റെ റെക്കോർഡ് കോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഓൾ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് കേസസ് ഹാവ് ടു കോഡ് അക്കോർഡിംഗ് ടു ദി ഇതിനനുസരിച്ചാണ് ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അല്ലെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ICD ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻ ക്ലാസിഫിക്കേഷൻ ഇത് തന്നെ കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത എന്താണ്, ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ കോമ, ഇവിടെ ഒരു കോമ വേണം കേട്ടോ, ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ കോമ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് into universal medical alphanumeric course. ആ യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫുള്ള് ഇത് കോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ അല്ലെ, ആരോഗ്യ പരിചരണ ആയാലും ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയമായാലും മറ്റ് പ്രൊസീജിയറുകൾ അല്ലെ, നടപടിക്രമങ്ങളായിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങളായിക്കോട്ടെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഏത് കോഡിലോട്ട് നമുക്ക് മാറ്റണം, യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡിലോട്ട് മാറ്റണം. ആൽഫാന്യൂമറിക് കോഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് A080, A0 8.0 അതൊരു കോഡാണ്, ശരിക്കും ഒരു ആൽഫാന്യൂമറിക് കോഡാണ്. ആ കോഡ് വന്നിട്ട് ഈ പറയുന്ന ഗൈസ്ട്രോ എൻട്രൈറ്റിസ് പോലെയുള്ള അസുഖത്തിന്, അത്തരം പകർച്ചവ്യാധികൾ കോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന്റെ കോഡിംഗ് ആണ് പറഞ്ഞത് A0 8.0 എന്ന് പറഞ്ഞത്. A എന്ന് പറയുന്ന ലെറ്റർ അവിടെ ഉണ്ട്, ബാക്കിയുള്ള നമ്പേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ അതാണ്, അത് ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒത്തിരി അവസ്ഥകള് ഈ പറയുന്ന കോഡിങ്ങിലൂടെയാണ്. ഇത് രോഗം മാത്രമല്ല, ഈ പറയുന്ന ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങളും എക്യുപ്മെന്റ് ഉൾപ്പെടെ എല്ലാത്തിനും എന്തുണ്ട്, ആൽഫാന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം. ഇത്രയുള്ള അതിനകത്ത് പറയുന്നത് മനസ്സിലായല്ലോ. മെഡിക്കൽ റെക്കോർഡിന്റെ കോഡിങ്ങിനെ പറ്റി എന്താണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD കോഡിംഗ് ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല അവിടെ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഡയഗ്നോസിസ്, പ്രൊസീജിയർ, മെഡിക്കൽ സേവനങ്ങൾ, എക്യുപ്മെന്റ് എല്ലാം ആൽഫാന്യൂമറിക് കോഡിലോട്ട് മാറ്റിയിരിക്കണം. ഇത്രയാണ് അവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഓക്കെ ആണല്ലോ, ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, ശരി. അടുത്തതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ, മിസ്സിംഗ് റെക്കോർഡ്സ്. ഇനി നമ്മൾ ഈ റെക്കോർഡ്സുകൾ മിസ്സാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് വേറെ കൂടുതലൊന്നും പറയുന്നില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് മിസ്സാകാം അല്ലെ, കാണാതെ പോവാം. അത് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കാണാതെ പോവാം അല്ലെ. ചിലപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ആ റെക്കോർഡ് ചിലപ്പോൾ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ശരിയായ സ്ഥലത്ത് ചിലപ്പോ അത് എന്താ പറയാ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, തെറ്റായിട്ടായിരിക്കും ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ചിലപ്പോ എന്തായി പോവാം, മിസ്സായി പോവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരിക്കലും നമുക്കൊരു മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ ഒരു വ്യക്തിയെ, ഒരു പേഷ്യന്റിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെ അറിയിക്കുന്നത്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും അല്ലെ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ അറിയിക്കും. അപ്പൊ അവിടെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് MRO ആണ് അല്ലെ. MRO എന്ന് പറഞ്ഞാലാണ് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അദ്ദേഹത്തിന് നമ്മൾ വിവരം അറിയിക്കും. അദ്ദേഹം നമ്മളോട് എന്താണ് സജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പറും ആ ID നമ്പർ, ID ഡാറ്റയൊക്കെ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുക. അതന്നെ അതിന് ഒരു സൊല്യൂഷനല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ നമ്പർ ഒരിക്കലും മാറിപ്പോകരുത്. ആ പഴയ മെഡിക്കൽ റെക്കോർഡിന്റെ ആ സിമിലർ മെഡിക്കൽ റെക്കോർഡ് നമ്പറും ID നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ആര് തന്നെയാണ് സൂക്ഷിക്കുന്നത്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അദ്ദേഹം സൂക്ഷിക്കും, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്ത് വെക്കില്ല, ഫയൽ ചെയ്ത് വെക്കുന്നില്ല കേട്ടോ, ഫയൽ ചെയ്ത് വെക്കില്ല. പക്ഷെ ആ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്.
പക്ഷെ പിന്നീട് എപ്പോഴാണെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന ഒറിജിനൽ റെക്കോർഡ് നമുക്ക് വേണമെങ്കിൽ കിട്ടാം അല്ലെ, കാര്യം മിസ്സായി പോകാതെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അന്വേഷിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും പിന്നീട് അത് ഉണ്ടാവാം അല്ലെ, നമുക്ക് വീണ്ടും കിട്ടാം. അപ്പൊ അങ്ങനെ ഒറിജിനൽ മെഡിക്കൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് രണ്ടും എന്ത് ചെയ്ത് വെക്കും, ഫയൽ ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയാണ് മിസ്സിംഗ് റെക്കോർഡ്സിന്റെ കേസിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ കൂടുതലായിട്ട് ഇപ്പൊ ഇത് കേട്ടപ്പോൾ മനസ്സിലായി ഇത്രയുള്ള ഒരു കാര്യമുള്ളൂ, അതാണ് അവിടെ ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസിൽ എന്ത് പറയും, ഒരു അതേ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഐ ഡി ഉപയോഗിച്ചിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കാനായിട്ട് പറയും. എന്നിട്ട് ഒറിജിനൽ കിട്ടുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്ത് വെക്കും, ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഇത്രയുള്ള സംഭവം കേട്ടോ. അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. സം പെർസെന്റേജ് ഓഫ് ഫയൽസ് ഡു നോട്ട് ഫൈൻഡ് ഇൻ ദ സ്പെസിഫിക് പ്ലേസ് വേർ ദേ ആർ അസ്യൂംഡ് ടു ബി. ഒന്നുമില്ല, അതായത് നമ്മള് ഇരിക്കും അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഉണ്ടാകും എന്ന സ്ഥലത്ത് ചിലപ്പോ എന്തുണ്ടാവില്ല, റെക്കോർഡ്സ് ഉണ്ടാവില്ല, മിസ്സാവുന്നുള്ള അർത്ഥമാണ് കേട്ടോ, മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ദിസ് കുഡ് ബി ഓയിങ് ടു നോൺ റിസീവിങ്, നോട്ട് കീപ്പിംഗ് ഇൻ ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് റോങ്ലി ഫയലിംഗ്. അത് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഈ റെക്കോർഡ് മിസ്സാവാം അല്ലെ. ഒന്നില്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, ശരിയായ രീതിയിൽ അത് കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പ്രോപ്പർ പ്ലേസിൽ അത് കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ തെറ്റായിട്ടൊക്കെ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് മിസ്സാവാം. നമ്മൾ തുടക്കം ഒരു കാര്യം പറഞ്ഞു അല്ലെ, ഈ മെഡിക്കൽ റെക്കോർഡൊക്കെ ഫയൽ ചെയ്ത് നമുക്ക് രണ്ട് തരത്തിൽ ഫയൽ ചെയ്ത് വെക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാനുവലി ഫയൽ ചെയ്ത് വെക്കാം, ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്ത് വെക്കാന്ന് നമ്മൾ പറഞ്ഞു. മാനുവലി ഫയൽ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഫയൽ ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് രോഗികളുടെ ഓരോ രോഗികളും ദിനവും പ്രതി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഓരോരുത്തരുടെയും മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ എന്താ പറയാ വലിയൊരു ടാസ്ക് ആണ്. അവിടെ മിസ്സാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് വെൻ എ പേഷ്യന്റ് അറ്റൻഡ്സ് either for outpatient or inpatient services, it will be difficult to provide the treatment without a patient record. അതായത് അത്തരം സാഹചര്യങ്ങളിൽ മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ, ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും, the MRO might be able to get back them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with all earlier ID data. ആ സമയത്ത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ MRO എന്ന് പറഞ്ഞാൽ ആരാണ്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. അദ്ദേഹത്തിന് പിന്നീട് അത് ലഭിക്കാം, അതായത് ഒറിജിനൽ റെക്കോർഡ് ലഭിക്കാം. പക്ഷെ ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം എന്തായിരിക്കും സജസ്റ്റ് ചെയ്യാം, ആ ഒരു സിമിലർ നമ്പറും മുന്നത്തെ ആ ഒരു ID ഡാറ്റ ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെയോ the duplicate record should be kept by the MRO without filing. അപ്പൊ എന്തുണ്ടാവും, the duplicate record should be kept by the MRO without filing അല്ലെ. അത് എന്ത് ചെയ്യും, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ തന്നെയാണ്. പക്ഷെ അത് ഫയൽ ചെയ്ത് വെക്കില്ല കേട്ടോ, ഫയൽ ചെയ്ത് വെക്കില്ല ഡ്യൂപ്ലിക്കേറ്റ്. and promptly should trace some the original records and combine all this form of duplicate record into original record, and then the record must be filed. വേറൊന്നുമല്ല, അതേ സമയം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ ഒറിജിനൽ റെക്കോർഡ് എന്താണ് ട്രേസ് ചെയ്യും അല്ലെ. അവര് ട്രേസ് ചെയ്ത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒറിജിനൽ റെക്കോർഡിന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് വെക്കുന്നത്, റെക്കോർഡ് മസ്റ്റ് ബി ഫൈൻഡ്, ആ റെക്കോർഡ് ഫൈൽ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത്രയേ ഉള്ളൂ. റെക്കോർഡ് മിസ്സായ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറുകളാണ് അവിടെ കണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. ഫോർത്ത് പോയിന്റ് കേട്ടില്ലാന്ന്. ഫോർത്ത് പോയിന്റ് ഇതാണ്,
ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ MRO വിത്തൗട്ട് ഫൈലിംഗ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആരാണ് സൂക്ഷിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, എന്നിട്ടോ ആൻഡ് പ്രോംപ്റ്റ്ലി ഷുഡ് ട്രേസ് ഔട്ട് ദ ഒറിജിനൽ റെക്കോർഡ്സ് ആൻഡ് കമ്പൈൻ ഓൾ ദിസ് ഫോം ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇൻ ടു ഒറിജിനൽ റെക്കോർഡ് ആൻഡ് ദെൻ ദ റെക്കോർഡ് മസ്റ്റ് ബി ഫൈൽഡ്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഉണ്ടാക്കുമല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് സൂക്ഷിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതേ സമയം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ഒറിജിനലിന് അവര് എന്താണ് ഒറിജിനൽ അവര് കണ്ടുപിടിക്കാൻ നോക്കും, അല്ലെ, ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഒറിജിനൽ റെക്കോർഡ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതും കൂടെ മെർജ് ചെയ്യുന്നത്. ഓക്കെ, ഒറിജിനലിന്റെ കൂടെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് അത് ഒരുമിച്ചാണ് എന്ത് ചെയ്ത് വെക്കുന്നത്? ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തതാണ് അടുത്തൊരു സാഹചര്യം നമുക്ക് നോക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആരും ചോദിച്ചത് അഫ്സലല്ലേ ചോദിച്ചത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്, ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ ഉള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അവിടെ ചോദ്യം ഉണ്ട് കേട്ടോ. ഞാൻ 5ാമത്തെ പോയിന്റ് ആണോ പറഞ്ഞത്? ഓക്കെ, 4ാമത്തെ പോയിന്റ് ആണ് മനസ്സിലാകാത്തത്. ഓക്കെ, ഞാൻ 4ാമത്തെ വിചാരിച്ചു നോക്കിട്ടാ. അതായത് the MRO might be able to get back them later, but at that stage the only opinion left for him to create a duplicate record with a similar number and with the all earlier ID data. അതായത് നമ്മളിപ്പോ മെഡിക്കൽ റെക്കോർഡ് മിസ്സായിന്ന് കരുത്. മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനെ വിവരം അറിയിക്കും. അപ്പൊ അദ്ദേഹം ആ സ്റ്റേജിൽ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യാന്നറിയാമോ? ആ പഴയ മെഡിക്കൽ ആ മിസ്സായിട്ടുള്ള ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ, അതേ സിമിലർ നമ്പറും ID ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ആ മിസ്സായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ അതേ നമ്പർ, അതേ മെഡിക്കൽ റെക്കോർഡ് നമ്പറും ID ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതാണ് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം റെക്കോർഡ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറിജിനൽ ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നീട് അത് ഒറിജിനൽ കിട്ടുമ്പോൾ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫയൽ ചെയ്ത് വെക്കും. ഓക്കെ, അടുത്തതാണ് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. അതായത് ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകളുള്ള രോഗികളുണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഏത് രീതിയിലാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് 1 record and 1 number അല്ലെ? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓരോ രോഗിക്കും ഒരു സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് റെക്കോർഡ്, ഒരു പെർമനന്റ് ഒരു ID നമ്പർ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക, അല്ലെ? സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ ഡ്യൂ ടു ഇംപ്രോപ്പർ സിസ്റ്റം ഓർ കെയർലെസ്നെസ് ഓഫ് ദ MRD സ്റ്റാഫ് the patients may have more than 1 record. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളുടെ കെയർലെസ്നെസ് കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇംപ്രോപ്പർ ആയിട്ടുള്ള സംവിധാനം മൂലോ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ശരിക്കും അത് വരാൻ പാടില്ലാത്തതാണ്, പക്ഷെ ചിലപ്പോൾ ഉണ്ടാവാം. അതായത് രോഗിക്ക് തന്നെ 2ഓ അതിൽ കൂടുതലോ റെക്കോർഡ്സുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? In that circumstance, it becomes compulsory to retain 1 record by cancelling others. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ഒരെണ്ണം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? അതാണ് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു കാര്യം. അതാണ് കാര്യം. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മറ്റുള്ള റെക്കോർഡ്സുകൾ ഒരേ പേരില് ഒരേ രോഗിയുടെ തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരുമ്പോൾ മറ്റുള്ള റെക്കോർഡ്സ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് ഒരു റെക്കോർഡ് എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് ഒരു ഓപ്ഷൻ. ഞാൻ ഈ പറഞ്ഞത് ഒരു ഓപ്ഷനാണ്. രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ പോയിന്റ് ആയിട്ട് പറയുന്നത്, 3ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താണത്? സ്യൂട്ടബിൾ പ്രൊസീജിയേഴ്സ് ആർ ടു റിറ്റെയിൻ എ റെക്കോർഡ് ആസ് എ പ്രയോറിറ്റി. അതായത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണ്? ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യാം, അല്ലെ? ഇപ്പൊ ഓരോ റെക്കോർഡ്സ് നോക്കുമ്പോൾ അത് ഇമ്പോർട്ടൻസ് ഉള്ളതാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പ്രയോറിറ്റി നോക്കിയിട്ട് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാം, മുൻഗണന നോക്കിക്കൊണ്ട്. ഓക്കെ, ആ ഒരു മുൻഗണനാ ക്രമം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതേത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. The suitable procedures are to retain a record as a priority which is
മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏത് റെക്കോർഡ്സിനായിരിക്കും? The records that is related to medico-legal cases. നമ്മൾ പഠിച്ചതാണ് കേട്ടോ, എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ MLC പഠിച്ചിട്ടുണ്ട്. മെഡിക്കോ ലീഗൽ കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ചില മെഡിക്കൽ കേസുകൾക്ക് എന്താണ് ഈ പറയുന്ന കോടതിയുടെയും പോലീസിന്റെ അന്വേഷണങ്ങളൊക്കെ ആവശ്യം വരുന്ന കേസുകളാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് റെക്കോർഡ്സ് റിലേറ്റഡ് ടു മെഡിക്കോ ലീഗൽ ആണ് കേട്ടോ. മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ അത്തരം റെക്കോർഡ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ. പിന്നെയോ സെക്കൻഡ് വൺ വന്നിട്ട് ഒബ്സ്ട്രക്റ്റിസ് റെക്കോർഡ്സ് ആണ്. ഒബ്സ്ട്രക്റ്റിസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ്സ് റിലേറ്റഡ് ടു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് എക്സെട്ര അല്ലെ. ഈ പറയുന്ന പ്രഗ്നൻസിയും ചൈൽഡ് ബർത്ത് ആകുന്ന ഒബ്സ്ട്രക്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കണം. ഓക്കെ. തേർഡ്ലി എന്താണ്? മൂന്നാമത്തെ അഡ്മിറ്റഡ് റെക്കോർഡ് അല്ലെ. അഡ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അടങ്ങുന്ന അഡ്മിറ്റഡ് റെക്കോർഡ് തേർഡ് പ്രയോറിറ്റി കൊടുക്കുക. ഫോർത്ത് പ്രയോറിറ്റി ഈസ് ദ ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓൾഡസ്റ്റ് റെക്കോർഡ്. ഓൾഡസ്റ്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അത് പഴയതല്ലേ എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ ഓൾഡസ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ അതിനകത്ത് റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ് നമ്മൾ ഒരിക്കലും ക്യാൻസൽ ചെയ്ത് അത് റിട്ടൈൻ ചെയ്ത് തന്നെ സൂക്ഷിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള റെക്കോർഡ്സിനാണ്, മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ്. നമുക്കറിയാലോ ഇപ്പൊ തന്നെ പല അന്വേഷണങ്ങളും ചില കേസുകളിൽ സെറ്റിൽ ആവും, പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും സസ്പെക്ടഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ കേസ് എന്താ കുത്തിപ്പൊക്കി വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന റെക്കോർഡ്സുകളൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. മെഡിക്കൽ പറയുന്ന ഇതൊക്കെ നമ്മുടെ ഒരു ജോളി കേസ് ഒക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ജോളി കേസ് സൈനൈഡ് ഉപയോഗിച്ചിട്ട് ഒരു കുടുംബത്തിലെ കുറെ പേര് കൊന്നില്ല, ആരും അറിയാതെ 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ ഓരോരുത്തരെ ആയിട്ട് അവര് കൊന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ്. പക്ഷെ നോക്കിക്കേ എത്ര നാള് കഴിഞ്ഞപ്പോഴാണ് ആ കേസിന്റെ ചുരുളഴിഞ്ഞ് ഇങ്ങനെ വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു കേസാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ ഈ പറയുന്ന റെക്കോർഡ്സുകളൊക്കെ ആ സമയത്ത് അന്നത്തെ റെക്കോർഡ്സുകളൊക്കെ എഴുതി വന്നിട്ടുണ്ടാവാം, റിട്ടൈൻ ചെയ്യേണ്ടതായിട്ട് വന്നേക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണ് ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഏതിന് കൊടുത്തിരിക്കണം? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിന് കൊടുത്തിരിക്കണം. ആ കേസ് സെറ്റിലായ കേസാണ്, ഓക്കെ എന്നാൽ പിന്നെ ക്യാൻസൽ ചെയ്യാന്ന് വിചാരിക്കരുത്. പിന്നീട് ആ കേസിന് എന്തെങ്കിലും സസ്പെക്ടഡ് ആയിട്ട് വരികയാണെങ്കിൽ, കേസ് പുറത്തോട്ട് വരുവാണെങ്കിൽ വീണ്ടും നമുക്ക് ആ മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യമായിട്ട് വരും അല്ലെ. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ്, സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന് കൊടുക്കുക, തേർഡ് പ്രയോറിറ്റി അഡ്മിറ്റഡ് റെക്കോർഡ് ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് റെക്കോർഡ് കേട്ടോ. ഓൾഡസ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ റിലവന്റ് ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെയോ ദ റിമൈനിങ് റെക്കോർഡ്സ് മസ്റ്റ് ബി ക്യാൻസൽഡ് ആൻഡ് ഓക്കെ അതിൽ ദൃശ്യം പോകില്ല. ഓക്കെ. പിന്നെന്താന്ന് വെച്ചാല് ദ റിമൈനിങ് റെക്കോർഡ്സ് must be cancelled and given a cross reference numbers and bring all documents that include the investigation into the retained record. എന്നിട്ട് എന്ത് ചെയ്യാം? മറ്റുള്ള റെക്കോർഡ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇത്രയൊക്കെ പ്രയോറിറ്റി കൊടുക്കാം. അതിൽ പഠിക്കണം കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഫോർത്ത് ഒക്കെ ഏതാന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ബാക്കിയുള്ള റിമൈനിങ് റെക്കോർഡ്സുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇൻവാലിഡ് ആയിട്ട് നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് അതിന്റെ ക്രോസ് റെഫറൻസ് നമ്പർ ഒക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ എന്ത് ചെയ്യാം? ഒരുമിച്ചാക്കി റീറ്റെയിൻഡ് റെക്കോർഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്റ്റോർ ചെയ്ത് വെക്കാം മറ്റുള്ള റെക്കോർഡ്സുകൾ. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ റെക്കോർഡിന്റെ കേസുകൾ അതാണ് പറഞ്ഞത്. ഒരാൾക്ക് ചിലപ്പോൾ പൊതുവെ സാധാരണഗതിയിലും ഒരാൾക്ക് ഒരു റെക്കോർഡ് അത്രയേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് അവിടെ പറയുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റുള്ള റെക്കോർഡ്സ് ക്യാൻസൽ ചെയ്ത് ഒരെണ്ണത്തിന് തന്നെ റീറ്റെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രയോറിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ കേസുകൾ, സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്, തേർഡ് പ്രയോറിറ്റി എന്താ പറയാ അഡ്മിറ്റഡ് റെക്കോർഡ് ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് റെക്കോർഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് അതായത് ഈ റെക്കോർഡ്സിന്റെ വിതരണവുമായിട്ട് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. അതിനെ പറ്റിയാണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഓതറൈസ്ഡ് ആളുകൾക്ക് എന്ത് ചെയ്യാം?
സപ്ലൈ ചെയ്യാം. എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം. ആരാണ് സപ്ലൈ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം, ആ സാഹചര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഓതറൈസ്ഡ് പേഴ്സൺസ് ഫോർ ഒന്ന് പേഷ്യന്റ് കെയർ അല്ലെ, രോഗിയുടെ പരിചരണം. നമുക്കറിയാലോ രോഗിയുടെ പരിചരണത്തിനായിട്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്ക് നമുക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും, മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, അത് ഒരു കേസാണ്, ഒരു സാഹചര്യമാണ്. പിന്നെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ്. അത് നമ്മൾക്ക് അറിയാലോ, ഈ പറയുന്ന MLC കേസുകൾ ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന ഓതറൈസ്ഡ് പേഴ്സൺസ് ചിലപ്പോൾ പോലീസിനോ കോർട്ടിനോ ഒക്കെ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പിന്നെ എന്താണ് മൂന്നാമത്തെ? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അതായത് ഇൻവെസ്റ്റിഗേഷനും പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തൊക്കെ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ ഒരുപോലെ ബാധിക്കുന്ന ഫിനാൻഷ്യൽ ഡാറ്റകളും കാര്യങ്ങളാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ്, അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പറയുന്നത് ക്ലിനിക്കൽ മീറ്റിംഗ്സ് ആണ്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ചിലവരെ അറ്റൻഡിങ് മീറ്റിംഗ്സ് ഓർ സെമിനാർ അല്ലെ, സെമിനാറോ മീറ്റിങ്ങുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനായിട്ടൊക്കെ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പേഷ്യന്റ് കെയറിനായിട്ട് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ സിറ്റുവേഷൻസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം. അതും എങ്ങനെയുള്ളവർക്ക്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കേട്ടോ. ആരാണ് സപ്ലൈ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 സാഹചര്യങ്ങളുണ്ട്. ഇനി സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യമാണ് അടുത്ത പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്? ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. In case of medical education and research, the records should not be sent out of the MRA. ഏതൊക്കെയാണ് 2 കാര്യങ്ങള്? മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിനും അല്ലെ, ഈ പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും റിസർച്ചിനുമായിട്ട് ഒരു കാരണവശാലും എന്ത് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, താഴെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതില് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം. അപ്പൊ ഇതിൽ പറയുന്ന പോലെ പേഷ്യന്റ് കെയർ തരും, മെഡിക്കോ ലീഗൽ ക്ലിനിക്കൽ മീറ്റിംഗ്, ഒരെണ്ണം എന്ത് വേണമെങ്കിൽ തരും? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയണം, മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പർപ്പസിലൊന്നും എന്ത് സപ്ലൈ ചെയ്യില്ല? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം. ബാക്കി 4 കാര്യങ്ങൾക്കും സപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. ഇതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. നമ്മൾ തുടക്കം ഒരു രജിസ്ട്രേഷൻ സംവിധാനം പറഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞില്ലേ, ഔട്ട് പേഷ്യൻസിന് ഇൻപേഷ്യൻസിനായിട്ട് 24 hours സേവനം കൊടുക്കുന്ന രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ എമർജൻസി എന്താ പറയാ പേഷ്യൻസിന് അല്ലെ, അവർക്കായിട്ടും ഈ പറയുന്ന 24 hours സേവനം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ട് വേറൊരു സ്പെഷ്യൽ അല്ല, സോറി, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാവണം. ഇനി നമ്മൾ പറയുന്നത് മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷനെ പറ്റിയാണ് കേട്ടോ. സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. There should be a central medico legal register retained in the accident and emergency department under the control of Chief Medical Officer, CMO കേട്ടോ. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്താണ് പറയുന്നത്? അതായത് ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളില്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എവിടെയാണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. അത് ആരുടെ കൺട്രോളിലാണ്? സെൻട്രൽ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് admitted from casualty, outpatient and inpatient services
must be registered in the Central Medico Legal Register. അപ്പൊ ഈ പറയുന്ന കാഷ്വാലിറ്റിന്നോ അല്ലെങ്കിൽ ഔട്ട്പേഷ്യൻ ഇൻപേഷ്യന്റിനൊക്കെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രവേശിക്കുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ എത്തിക്സ് ആൻഡ് ഇതിൽ പഠിച്ചതാണ് കേട്ടോ. MLCക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ അതിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്തരം മെഡിക്കൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തിരിക്കണം? ഈ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അതിനു വേണ്ടി മാത്രമായിട്ട് വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് കേട്ടോ. ഇപ്പൊ കൊലപാതകമോ സൂയിസൈഡോ മെഡിക്കൽ കേസുകൾ അല്ലെ, പോലീസ് കേസ്, കോടതി അന്വേഷണമൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒത്തിരി മെഡിക്കൽ കേസ് ഡെയിലി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഈ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്റ്റേർഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. അപ്പോ ഈ പറയുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത കേസിന്റെ മുകളിൽ എന്തൊട്ടിച്ചിരിക്കണം? ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്തിരിക്കണം. എന്നാലാണ്, കാരണം ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോ ഈ കേസ് രജിസ്റ്റേർഡ് ആണ്, രജിസ്റ്റർ ചെയ്ത കേസാണ് എന്ന് ഉറപ്പാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്ത ഓരോ കേസുകളുടെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം, അഫിക്സ് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് രജിസ്റ്റേർഡ് ആണെന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെന്താണ്? The completed Central Medico Legal Register has to be kept under the custody of MRO. MRO ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ രജിസ്റ്റർ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് കീപ്പ് ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കീഴിലാണ്, അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണത് കീപ്പ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കോ ലീഗൽ രജിസ്റ്റർ കേട്ടോ ആരുടെ കസ്റ്റഡിയിലാണ്? MROന്റെ കസ്റ്റഡിയിൽ വേണം സൂക്ഷിക്കാനായിട്ട്. പിന്നെ എന്താ പറയുന്നത്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case reports are complete. അല്ലെ, അതായത് ഈ മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെങ്കിൽ അത്തരം കേസ് റെക്കോർഡുകൾ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകാര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ MLC കേസുകളും എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കും. അദ്ദേഹമാണ് വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെ അറിയിക്കണം, കാരണം ഇതൊരു MLC കേസുകളാണ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ വരുമ്പോ ആ റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ MLC കേസുകളും ആര് മുഖേന? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെ അറിയിക്കണം? പോലീസിനെ അറിയിച്ചിരിക്കണം കേട്ടോ, പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. അടുത്തത് എന്താണ്? These have to be kept under safe custody of a responsible officer in the medical record department. പോലീസ് വരുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന എല്ലാ ഫയലുകളും സൂക്ഷിക്കേണ്ടത് ആരുടെ കസ്റ്റഡിയിലാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസറുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന റെക്കോർഡ്സ് അല്ലെങ്കിൽ രജിസ്റ്ററുകളെല്ലാം തന്നെ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുമില്ല, മെഡിക്കോ ലീഗൽ കേസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഈ വരുന്ന മെഡിക്കൽ MLC കേസുകൾ കംപ്ലീറ്റ് ചെയ്ത് രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള MLC എന്താ പറയുക രജിസ്റ്റർ ആരാണ് സൂക്ഷിക്കുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ് സൂക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ആ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിൽ എന്ത് ഒട്ടിക്കണം? മെഡിക്കോ ലീഗൽ സ്റ്റാമ്പുകൾ അഫിക്സ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്കത് രജിസ്റ്റേർഡ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററുകളും കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാനായിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? അവിടെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും MLC കേസുകളും പോലീസിനെ ആര് മുഖേന അറിയിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അറിയിക്കണം. അതിനുശേഷം നമ്മുടെ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസറുടെ, അതെന്ന് പറഞ്ഞൊരു MRO തന്നെ ആയിരിക്കണം, അദ്ദേഹമാണ് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വേണം ഈ പറയുന്ന രജിസ്റ്ററുകളൊക്കെ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ് അതിനകത്ത് ക്ലിയർ ആവാത്തുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാന് ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ കേട്ടോ.
അപ്പൊ ഇത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് കേട്ടോ. ഞാൻ ചോദിക്കാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, എന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ ഏതനുസരിച്ചാണ് കോഡ് ചെയ്യേണ്ടത്? എന്തിനനുസരിച്ചാണ് കോഡ് ചെയ്യേണ്ടത് എന്ന് പറയാമോ? എന്തിനനുസൃതമായിട്ടാണ് മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ കോഡ് ചെയ്യേണ്ടത്? എന്തിനനുസരിച്ചാണ്? ഓക്കെ ഓക്കെ, ICD. ICD കറക്റ്റ് ആണ് കേട്ടോ. ICD അല്ലെ? ICDയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. ICDയുടെ ഫുൾ ഫോം എന്താണ്? ICD കോഡിംഗ്, ICD എന്താണ് ഫുൾ ഫോം? എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. പിന്നെ അടുത്തത് പിന്നെന്താണ്? ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്, അതായത് റെക്കോർഡ്സുകൾ മിസ്സാവുന്ന കേസിൽ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകൾ ആരാണ് കെപ്റ്റ് ചെയ്യേണ്ടത്? ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകൾ കെപ്റ്റ് ചെയ്യേണ്ടത്? ആരാണ് സൂക്ഷിക്കേണ്ടത്? ആരാണ്? MRO അല്ലെ? അതെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കീഴിലാണിത് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു മെഡിക്കൽ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം? ഒരു മെഡിക്കൽ റെക്കോർഡ് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം? 30 days. 30 days. ഓക്കെ, വെരി ഗുഡ്. യേശ്മാതിര, രമ്യ, ജസ്നിയ, ശ്രീലക്ഷ്മി. ഓക്കെ, 31 അല്ല കേട്ടോ ശ്രീലക്ഷ്മി, 30 ആണ് കേട്ടോ. 30 ആണ് കേട്ടോ, ഒന്നില്ല, 30 ഉള്ളൂ കേട്ടോ. ഓക്കെ, അഫ്സൽ 30, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഒന്ന് പറഞ്ഞ ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വരുന്ന സാഹചര്യത്തില് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട റെക്കോർഡ് ഏതാണെന്ന് പറയാമോ? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട റെക്കോർഡ് ഏതാണ്? മെഡിക്കൽ ലീഗൽ കേസ്. മെഡിക്കൽ ലീഗൽ കേസുകളുടെ അല്ലെ, MLC കേസുകളുടെ റെക്കോർഡാണ് നമ്മളവിടെ ഫസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ജസ്മിയ, ആതിര, രമ്യ, ശ്രീലക്ഷ്മി ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് പ്രയോറിറ്റി ഏതിനാ കൊടുക്കണ്ടേ? സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രിക്സ് റെക്കോർഡ്സ്. ഓക്കെ, ഒബ്സ്ട്രക്റ്റിക്സ് റെക്കോർഡ് അല്ലെ? രേഷ്മ കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, അഫ്സ ഓക്കെ കറക്റ്റ് ആണ്. ഒബ്സ്ട്രക്റ്റിക്സ് റെക്കോർഡിനാണ് നമ്മൾ പ്രാധാന്യം. അതെ, പ്രഗ്നൻസി ആണ് കേട്ടോ. ഒബ്സ്ട്രക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ദാറ്റ് റിലേറ്റഡ് ടു പ്രഗ്നൻസി പ്ലസ് ചൈൽഡ് ബർത്ത് കേട്ടോ. കുഞ്ഞിന്റെ ജനനം കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ആലപ്പുഴയില് കഴിഞ്ഞ 30 മാസമല്ല, ആലപ്പുഴയില് ഒരു ഭയങ്കര വൈകല്യങ്ങളായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു അല്ലെ? അതിന്റെ പേരിൽ 3 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാര്യം എന്താണ്? ഈ സ്കാനിംഗ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് അറിയും അല്ലെ? എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയും ഈ രോഗിയാണ്, രോഗിയല്ല, ആ ഒരു വ്യക്തി കറക്റ്റ് ആയിട്ട് സ്കാനിംഗ് ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പൊ എന്തോ അറിയേണ്ടതാണ്, പക്ഷെ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം എന്തുണ്ടായി? അത് കണ്ടുപിടിച്ചില്ല അല്ലെ? അവസാനം കുട്ടി ജനിച്ചപ്പോ ഒരുപാട് വൈകല്യങ്ങളായിട്ട് കുട്ടി ജനിച്ച അതൊരു കേസായി മാറി അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് അതിനകത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. തേർഡ് പ്രയോറിറ്റി എന്താണ് നമ്മൾ കൊടുത്തത്? തേർഡ് പ്രയോറിറ്റി അഡ്മിറ്റഡ് പേഷ്യൻസ്. അഡ്മിറ്റഡ് റെക്കോർഡിനാണ് കേട്ടോ. ശ്രീലക്ഷ്മി, രഞ്ജിത, അഡ്മിറ്റഡ് റെക്കോർഡാണ് കേട്ടോ. ഫോർത്ത് ഏതിനാ നമ്മൾ പ്രയോറിറ്റി കൊടുത്തത്? ഫോർത്ത് പ്രയോറിറ്റി ഏതാണ്? ഓക്കെ, ഓൾഡസ്റ്റ് റെക്കോർഡാണ് അല്ലെ? കാര്യം ഓൾഡസ്റ്റ് റെക്കോർഡ് ആണെങ്കിലും അതിൽ ചിലപ്പോൾ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ് നമുക്ക് ഓടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകള് ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ്? ക്ലിനിക്കൽ മീറ്റിംഗ്സിന്. ഓക്കെ, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത 2 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. 2 കാര്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പാടില്ല. റിസർച്ചിന് വേണ്ടി സപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷനും റിസർച്ചിന് വേണ്ടിയിട്ട് ഒരിക്കലും MRD ഡിപ്പാർട്ട്മെന്റിന് റെക്കോർഡ്സ് സെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ നിർത്താണ് ഞാൻ, ഇവിടെ വരെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ മെഡിക്കോലിൽ. കാരണം ഇപ്പൊ നിങ്ങൾ ഒപ്പം ആയി, ഈ ബാച്ചും ബി ബാച്ചും ഇപ്പൊ ഒപ്പം ആയിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടാവും, കാര്യം അവരിവിടെ വരെ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അവർക്ക് കുറച്ച് ലാഗ് വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര സ്ലോ ആയിട്ട് എടുത്തത്. ഞാൻ കുറച്ചും കൂടെ അധികം പോർഷൻസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷെ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനൊന്ന് എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.